ഉള്ളത് പറയാം. അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കിലെ ഗുരുതര ക്രമക്കേട് ഒടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമ്മതിക്കേണ്ടി വന്നു. കണക്കാക്കിയ ചെലവാണ് യഥാർത്ഥ ചെലവെന്ന് പറഞ്ഞ് പുറത്തുവിട്ടതെന്ന് ക്യാപ്സ്യൂൾ ഇറക്കിയ MV ഗോവിന്ദനും സംഘവും ഇനി എന്തു പറയും? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ആയതിനാൽ സർക്കാരിനെ സഹായിക്കാൻ കള്ളം പറഞ്ഞില്ല. സംഗമം നടത്തിയ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി സംസാരിച്ച് ചെലവ് 5 കോടിയിൽ നിർത്തും. അതിനും 1 കോടി രൂപ ദേവസ്വം ബോർഡ് ഇനിയും കണ്ടെത്തേണ്ടി വരും. സാധാരണ ഒരു ഓഡിറ്റ് പ്രക്രിയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ, ന്യൂനതകളൊക്കെ നമുക്ക് എഴുതി തരും. അതിന് ക്ലയന്റ് മറുപടി കൊടുക്കും. ചില മറുപടികൾ ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യാത്തത് മേജർ ഒബ്ജക്ഷൻസ് ആയിട്ട് അവിടെ കിടക്കും. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നില്ല. നടക്കാത്തത് ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. പുറത്തു വന്നതെല്ലാം ശരിയായിരുന്നു. 7 കോടിയിലേറെ രൂപയുടെ ചെലവിന്റെ ബില്ലുകളാണ് ഊരാളുങ്കലിന് കീഴിലുള്ള IIIC നൽകിയത്. നടക്കാത്ത പരിപാടികളുടെ ബില്ലുകൾ പോലും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓഡിറ്റ് ചെയ്ത കമ്പനിക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. പലതവണ ഇതേക്കുറിച്ച് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിച്ചതാണ്. എന്നാൽ ബില്ലുകളെക്കുറിച്ച് വ്യക്തത കിട്ടാത്തതിനാൽ കിട്ടിയവ വെച്ച് ഓഡിറ്റ് ചെയ്തു. വലിയ തുക കൂട്ടിയാണ് IIIC നൽകിയത്. ദേവസ്വം ബോർഡ് കമ്മീഷണർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ കണക്ക് പ്രകാരം GST അടക്കം 4,99 ലക്ഷമേ ചെലവ് വരാവൂ. ഇതിൽ 3 കോടി ഇതിനകം സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി അദാനിയിൽ നിന്ന് അടുത്തിടെ കിട്ടി. GST കിഴിച്ച് 3,85 ലക്ഷം രൂപയുടെ വരവ്. ചെലവ് 4,99 ലക്ഷം. അതായത് 1,14 ലക്ഷം രൂപ കൂടി കണ്ടെത്തേണ്ടി വരും. ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ പണം എടുക്കാനാവില്ല. എങ്ങനെ കണ്ടെത്തും? അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം. പിന്നെ അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ന് രൂപീകരിക്കാൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും പിന്നെ ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ആ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനക്ഷമമായി ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററുമായിട്ട് ചർച്ച ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പല പരാമർശങ്ങളും വസ്തുതാപരമായ വെളിച്ചത്തിൽ അത് മാറിപ്പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ട് പിന്നെ ഓഡിറ്ററുമായിട്ട് ആശയവിനിമയം നടത്തും. ദേവസ്വം ബോർഡിനുള്ളിൽ ചെയ്യേണ്ട നടപടികൾ പൂർത്തിയാക്കി സമയബന്ധിതമായിട്ട്, അതുപോലെ തന്നെ IIICയുമായിട്ട് നടത്തേണ്ട ചർച്ചകളും സംശയ നിവാരണങ്ങളും അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റിയും ഒക്കെ തന്നെ ഈ ടാസ്ക് ഫോഴ്സ് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കും. ചെലവ് അതിനകത്ത് ഞങ്ങളുടെ പിന്നെ കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും. ഈ ചെലവ് ഈ പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ചെലവ് അധികരിച്ചെന്ന് തോന്നുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളിലോ ഒക്കെ തന്നെ വിശദമായിട്ടുള്ള പഠനം നടത്തി ബില്ലില്ലാത്തതാണോ, നമ്മൾ കാണാത്തതാണോ, സമയത്ത് കിട്ടാത്തതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത ഉണ്ടാകും. റീസണബിൾ അല്ലാത്ത ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് റീസണബിൾ ആക്കണം. മറ്റൊന്ന്, എല്ലാ ക്ലെയിംസും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 4000 പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നുള്ളത് എന്താ അതിൻ്റെ അടിസ്ഥാനം? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. വസ്തുതാപരമായി അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും എന്തോ തെറ്റായ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നന്ദഭജൻസിന് പൈസ കൊടുത്തു 8 ലക്ഷം രൂപ. അവരവിടെ വന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാപരമായ പെശകുകളാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ലാന്ന് ഞാൻ എടുത്തു പറയുന്നു. ഹീസ് എ പ്രൊഫഷണൽ. അയാൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ റിപ്പോർട്ടിനകത്ത് വസ്തുതാപരമായ പെശകുകൾ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ട് വന്നിട്ടുണ്ട്. അത് പരിഹരിക്കും. എന്തായാലും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഒരു വ്യക്തത ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ ബോർഡ്, ശ്രീ പ്രശാന്തിന്റെ പ്രസിഡൻഷിപ്പിലുള്ള ബോർഡ്, ഇത് എനിക്ക് തോന്നുന്നത് ഈ IIICയുമായിട്ട് MOU ഒപ്പിട്ടതിന് ശേഷവും ആ എമൗണ്ട്
4.99 കോടി രൂപയായി ഇതിൻ്റെ ചെലവുകൾ നിജപ്പെടുത്തണം എന്ന് അന്നത്തെ ബോർഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ബോർഡിൽ അന്ന് ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് 4.99 കോടിയിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് ഞങ്ങൾ അവിടെ വെച്ച് അതിൽ നിലനിർത്തും, അതിൽ നിജപ്പെടുത്തും. ദേവസ്വം ബോർഡ് അഡ്വാൻസ് നൽകിയ 3 കോടി രൂപ തിരിച്ചു വന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോഴും ചെലവായി വന്ന ബില്ലുകൾ 7,04,00,000. ഇത് അംഗീകരിക്കില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. ബില്ലുകൾ ഒത്തുനോക്കാൻ ടാസ്ക് ഫോഴ്സിനെയും നിയമിച്ചിട്ടുണ്ട്. ടാസ്ക് ഫോഴ്സ് ബില്ലെല്ലാം നോക്കി 5 കോടിയിൽ ചെലവ് ഒതുക്കും. 4,99,00,000. ബാക്കി ഊരാളുങ്കൽ സഹിച്ചോണം. കമ്പനി ഇത് അംഗീകരിക്കുമോ? അതല്ലാതെ മറ്റു മാർഗമില്ലെന്ന വിചിത്ര ന്യായമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത്. അവർ തന്ന ബില്ല് 7 അല്ലേ? നമ്മൾ കൊടുക്കുന്നില്ല. അതെല്ലാം വെരിഫൈ ചെയ്യട്ടെ. 8 കോടി 8,22,00,000. ആ 8,22,00,000 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4,99,00,000 തരുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. കഴിഞ്ഞ ബോർഡാണ് തീരുമാനിച്ചത്. അഡീഷണൽ ആയി കൂടി നൽകാമെന്നും പറയുന്ന MOU ഉള്ളപ്പോൾ നമ്മൾ ഈ 4.99 തരുള്ളൂ. വാക്കാലായിരിക്കും സാർ പറഞ്ഞ ഈ 4.99 പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കല്ല, അന്നത്തെ ബോർഡ് അവരോട് പറഞ്ഞതാണ്. അത് റിട്ടേൺ ആയിട്ടുണ്ടോ? എനിക്കറിഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. കോടതിയിലും പറഞ്ഞു. അപ്പോൾ അവർക്ക് 4.75 കിട്ടുള്ളൂ. 4.75 അവർക്ക് കിട്ടുള്ളൂ. അവർ സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്റർടൈൻ ചെയ്യേണ്ട ഒരു സമയമല്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല, അങ്ങനെ സൂചനയുമില്ല. അല്ലല്ല, അങ്ങനെ ഒരു ദുസൂചനയും ഇല്ല അതിനകത്ത്. 8 കോടി MOU അനുസരിച്ച് 8 കോടി ചെലവഴിക്കാമായിരുന്നത് അവരുടെ ബില്ല് 7 കോടിയേ ഉള്ളൂ. അവർ റീസണബിൾ ആയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി അതെല്ലാം ഫൈനലായിട്ട് ഓഡിറ്റ് ചെയ്യട്ടെ. ചെയ്ത ജോലിക്ക് പണം കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് കോടതിയിൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ തീരുമാനം. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തൊരു കാര്യമല്ല ഇത്. അതിനപ്പുറത്തേക്ക് പോകാനും വയ്യ. അപ്പുറത്തേക്ക് പോകാനും വയ്യ. കോടതിയിൽ നമ്മളത് സബ്മിറ്റ് ചെയ്തു പോയി. അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന് കരാർ ഒപ്പിട്ടത് 8,22,00,000 രൂപയ്ക്ക്. ചെലവ് വന്നത് 7,04,00,000. പക്ഷേ 4,99,00,000 കൊടുക്കൂ. അതിൽ 3 ലക്ഷം കൊടുത്തു. 85 ലക്ഷം കിട്ടും. ബാക്കി കണ്ടെത്തും. പക്ഷേ 7 കോടിയും വേണമെന്ന് കരാർ കമ്പനി നിർബന്ധം പിടിച്ചാലോ? ചെയ്ത കൂലിക്ക് പണം സ്വാഭാവികമായിട്ടും അവർ ആവശ്യപ്പെടുമല്ലോ. ഉത്തരമില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രിയപ്പെട്ട കമ്പനി ആയതിനാൽ കുഴപ്പമില്ലായിരിക്കും. ശ്രീമാൻ ജയകുമാർ അതീവ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. വലിയ തീവട്ടിക്കൊള്ളക്കാരുടെ കൂടെയാണ് അന്തിയുറക്കം. അത് വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ധാരാളം പേരുദോഷമുണ്ടാക്കും എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. കേരളത്തിൻ്റെ ഖജനാവിലെ, ഇത് ദേവസ്വം ബോർഡിലെ ഖജനാവിലെ പണമെടുത്തുകൊണ്ട് നടത്തിയ ധൂർത്താണെങ്കിൽ നമ്മുടെയൊക്കെ നിങ്ങൾക്കും എനിക്കും അവകാശപ്പെട്ട സ്വത്ത് എടുത്തുകൊണ്ട് 20 കോടി രൂപ എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് സർവേ ടീമിനെ ഇറക്കാൻ തീരുമാനിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെയൊക്കെ നികുതിപ്പണം എടുത്തുകൊണ്ട് എന്തെല്ലാം ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുമോ എന്ന് കൂടിയാണ് ഈ സമൂഹം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടത്. എന്തായാലും കെ ജയകുമാറിന്റെ ബോർഡല്ല ഈ തീരുമാനം എടുത്തത്. പക്ഷേ അതിന്റെ ബാധ്യത അദ്ദേഹത്തിന്റെ ബോർഡിന് മേൽ പതിച്ചിരിക്കുകയാണ്. സർക്കാരിനും CPM-നും താല്പര്യമുള്ള ഊരാളുങ്കലുമായി ചേർന്ന് പണം തട്ടിക്കാനുള്ള നീക്കമാണ് പൊളിഞ്ഞത്. ഓഡിറ്റ് റിപ്പോർട്ട് അതേപടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കിട്ടിയതോടെ ആ തട്ടിപ്പ് പൊളിയുകയായിരുന്നു.
സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യമായ വരവ് ചെലവ് കണക്ക് നൽകണമെന്ന് വന്നു. ഇനി ടാസ്ക് ഫോഴ്സ് ബില്ലുകൾ നോക്കി തീരുമാനമെടുക്കും. എന്തായാലും ഒരു പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ ചെലവാക്കില്ലെന്ന് കെ ജയകുമാർ പറയുന്നു. അതല്ലെങ്കിൽ കോടതി അലക്ഷ്യമാകും. 4000 പേർക്ക് ഭക്ഷണം കൊടുത്തു എന്നതുപോലുള്ള ബില്ലുകളിൽ സംശയം ഇതുവരെ തീർന്നിട്ടില്ല. ടെൻഡറിലെ സംശയവും അങ്ങനെ തന്നെ നിൽക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് സർക്കാർ കരാറുകൾ ടെൻഡർ ഇല്ലാതെ കൊടുക്കാമെന്ന് വ്യവസ്ഥ മറയാക്കിയാണ് സ്വയംഭരണ സ്ഥാപനമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന്റെ കരാർ ടെൻഡർ ഇല്ലാതെ കൊടുത്തത്. അതും ഊരാളുങ്കലിന്റെ കീഴിലുള്ള കമ്പനിക്ക്. ടെൻഡർ ഇല്ലാതെ കരാർ കൊടുത്തത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബില്ലുകളുടെ കാര്യത്തിലെ വ്യക്തതയില്ലായ്മ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ശരിയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടിയും വന്നു. എല്ലാം സർക്കാരിനെതിരായ നുണപ്രചാരണങ്ങളെന്ന് പറഞ്ഞ് ന്യായീകരിച്ചവർ ഇനിയും എല്ലാം എസ്റ്റിമേറ്റ് ആണെന്ന് പറയുമോ? അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയ്ക്കോ അയ്യപ്പ വിശ്വാസികൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ധൂർത്തിന് ചെലവാക്കിയത് 7 കോടി രൂപ. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടായിട്ടും ഇതാണെങ്കിൽ മേൽനോട്ടം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായേനെ?